ഭയം, ഭക്തി, ബഹുമാനം, ബബ്ബ ബബ്ബ, മൂന്ന് ബബ്ബ ബൈറ്റ്. അപ്പം അതിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡയറക്ടഡ് ബൈ ധനഞ്ജയ് ശങ്കർ, റിട്ടൺ ബൈ ഫഹീം ആൻഡ് നൂറിൻ ഷെരീഫ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് ദിലീപ്, മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബൈജു ഉണ്ട്, ദേവ്ജി ഉണ്ട്, പിന്നെ സാൻഡി മാസ്റ്റർ, അശോകൻ, ബാലു വർഗീസ്, അങ്ങനെ കുറെ പേര് ഈ സിനിമയിലുണ്ട്. അപ്പം പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ഓക്കെ ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നാണ്. അപ്പൊ പിന്നെ നമുക്ക് ലോജിക് സൈഡിൽ ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു ടൈറ്റിൽ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ നെഗറ്റീവേ പറയാൻ കാണുള്ളൂ. അങ്ങനെയാണ്. നോ ലോജിക് ഇത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു രീതിക്ക് എല്ലാവരും കാണുക എന്നാണ് ആദ്യമേ പറയുന്നത്. അപ്പം പടം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്കെ ഓക്കെയാണ്. അത്യാവശ്യം കുറച്ച് കോമഡി സംഭവങ്ങളുണ്ട്, ചെറുതായിട്ടൊക്കെ ചിരിക്കാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. മാസ് പരിപാടികൾ, മാസ് മസാല പരിപാടികൾ അത്യാവശ്യമുണ്ട്. പിന്നീട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമുക്കിതില് അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്നൊക്കെ തോന്നിയ കുറെ സംഭവങ്ങളുണ്ട്. എസ്പെഷ്യലി ചില ക്യാരക്ടേഴ്സിന്റെ ആവശ്യമുണ്ടോ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടറിൽ ചില ഇടയ്ക്കിടയ്ക്ക് ചില മാസ് സാധനങ്ങൾ കുറച്ച് ഓവർ ആയിട്ടുണ്ടോ എന്നൊക്കെ തോന്നി. ഓവറായി പോയില്ലേ എന്ന് തോന്നിപ്പോവും. കുറച്ച് സ്ലോ മോഷൻ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇത്തിരി കുറയ്ക്കാമായിരുന്നു. ചില സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്ത് കളയാമായിരുന്നു എന്ന് തോന്നുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോ ലോജിക്കാണ് അത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് ബിജിഎം ഒക്കെ അത്യാവശ്യം കൊള്ളാം. ബിജിഎംസ് ഒക്കെ അത്യാവശ്യം നല്ല എനർജിക്ക് ആയിട്ടുള്ള, ആ മൂവിക്ക് ആ ഒരു ഫ്ലോക്ക് അനുസരിച്ചുള്ള ബിജിഎംസും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നീട് പാട്ടാണ് ഇത്തിരി ശോകമായി പോയത്. മറ്റേ അഴിഞ്ഞാട്ടം, അത് വരികൾ വല്ലാത്തൊരു വരികളായിരുന്നു പാട്ടിന്റെ. ഡാൻസ് ഒക്കെ പരിപാടിയൊക്കെ കൊള്ളാം രണ്ടുപേരുടെ. ദിലീപ് പിന്നെ മോഹൻലാൽ ആ കോംബോ അത്യാവശ്യം നൈസ് സംഭവമായിരുന്നു. നല്ല രണ്ടുപേരും ആ കോംബോ കൊള്ളാം. പിന്നീട് കുറെ സെൽഫ് ട്രോളിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ധ്യാൻ ശ്രീനിവാസന്റെ, വിനീത് ശ്രീനിവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ട്രോൾ ചെയ്യുന്ന പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ട്രോളുകളും പരിപാടികളൊക്കെ നമുക്ക് കാണാം. പിന്നീട് കുറെ മൂവീസിന്റെ റെഫറൻസസ് ഉണ്ട്. പിന്നെ അത് ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായി കാണും എല്ലാവർക്കും, എസ്പെഷ്യലി ഗില്ലി, അതുപോലെ ദിലീപിന്റെ പഴയ സിനിമകൾ, അങ്ങനെ കുറെ സിനിമകളിൽ നിന്ന് കുറെ റെഫറൻസസ് ഈ സിനിമയിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അവിടെ നിന്നല്ല, ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ കുറെ സംഭവത്തിൽ നമുക്ക് കാണാം കുറെ സിനിമകളുടെ റെഫറൻസസ്. പിന്നീട് ട്രെയിലർ കണ്ട പോലെ തന്നെ മറ്റേ CID മൂസയിലെ വണ്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അവിടെ, ഒരു ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ടുള്ള ഒരു കാർ ചേസ് പരിപാടിയൊക്കെ വന്നിട്ട്, ഒരു DJ പരിപാടിയൊക്കെ വന്ന്, ഏത് പാട്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. കലാഭവൻ ഒരു പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു കിടക്കാൻ ആ ഫൈറ്റ് സീൻ അടിപൊളിയായിരുന്നു. പിന്നീട് ലാലേട്ടന്റെ ലുക്ക് എനിക്ക് ട്രെയിലറിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കൊള്ളാന്നുള്ള നല്ല ലുക്കായിരുന്നു. ഒരു സിനിമയിലോട്ട് വന്നപ്പോ എന്തോ വെച്ചാൽ ഒരു ലുക്ക്, ഒരു ഫീൽ ഇല്ല ആ ലുക്ക്. പിന്നെ എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ വർക്ക് ആവുന്നവരുണ്ടാവാം. അതിൻ്റെതായ രീതിക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്നവർ കാണും. നോ ലോജിക് ആണ്, ആ ഒരു രീതിക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം. എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയാണ്. ഭയങ്കര അടിപൊളിയില്ല എന്നാ ഒട്ടും കൊള്ളൂല, അങ്ങനത്തെ രീതിയല്ല. ഒരു ഓക്കെ ഓക്കെ രീതിക്കാണ് എനിക്ക് തോന്നിയത്. പിന്നീട് VFX ഒക്കെ ഇത്തിരി ശോകമായിരുന്നു. VFX പരിപാടിയൊക്കെ നല്ല അത്യാവശ്യം കുറെ സംഭവങ്ങളൊക്കെ ബോറായിരുന്നു, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. എത്ര പേർക്ക് ഫീൽ ചെയ്യുന്ന അറിഞ്ഞൂടാ. അത് ഒരുവിധം സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം, ഇത്തിരി VFX ആയിട്ട് തോന്നിയായിരുന്നു. പിന്നീട് ഈ വണ്ടി കാർ ചേസ് പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട്. ദിലീപിന്റെ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള കുറെ റെഫറൻസ്, സ്റ്റൈലുകൾ, പരിപാടി, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേക്കിങ്ങിന്റെ സംഭവം പറയുകയാണെങ്കിലും ഭയങ്കര ഗംഭീര മേക്കിംഗ് അങ്ങനെയൊന്നും പറയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മേക്കിംഗ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ VFXന്റെ കാര്യമൊക്കെ ഇത്തിരി ശോകമായിരുന്നു. പക്ഷേ ഓവറോൾ പടം, അതായത് ഫാൻ ബോയ്സ് ഉള്ള പടമാണ്. ദിലീപ് ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, പിന്നെ നമ്മുടെ തളപതി ഫാൻസ്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് ആ ഒരു ലെവൽ ഓഫ് അഭിനയൊക്കെയാണ് ദിലീപിന്റെ. അതായത് ഒരു എനർജറ്റിക്, അല്ലെങ്കിൽ ഞാൻ ടൈറ്റിൽ പറയുമ്പോൾ തന്നെ മാഡ്നസ്, അതാണ്. അപ്പം ഫാൻസിനൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ നമ്മള് മറ്റേ ഇപ്പൊ മീമൊക്കെ ഉണ്ടല്ലോ, മീമിന് കാണുമ്പോഴത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന ഈ മീം ട്രോൾ ടൈപ്പ് സംഭവങ്ങളൊക്കെ, അതെ അതിന്റെ കുറച്ച്
റെഫറൻസ് കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് നമ്മുടെ മറ്റേ ദേവ്ജിയുടെ അത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല. അത് ആ ഒരു സംഭവമൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസിലുള്ള ഞാൻ പറയാം, ആ ഫൈറ്റ് ഒക്കെ അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസിൽ അടിപൊളിയായിരുന്നു. പിന്നീട് ക്ലൈമാക്സ് ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും ലോജിക്ക് നോക്കാനേ പാടില്ല, നോ ലോജിക് ആണല്ലോ. സോ ഫ്രണ്ട്സ്, ഇത്രയുള്ളൂ സിനിമയെ പറ്റിയുള്ള എന്റെ ഒരു അഭിപ്രായം. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു പുതിയ കാണാം. ടി കെ സൈനിങ് ഔട്ട്.